നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപ് അധികാര കസേരയിൽ കയറുന്ന നാൾ ഇറാന് സർവനാശമെന്നാണ് പറയപ്പെടുന്നത്. ഹിസ്ബുള്ളകൾക്ക് സമാധി കെട്ടുമെന്നും ലോകം ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഹിസ്ബുള്ളകൾ ട്രംപിന്റെ പ്ലാൻ ബി മാത്രമാണ്. ട്രംപിന് തുടച്ചു നീക്കേണ്ടത് മറ്റൊരു കൂട്ടത്തെയാണ്. ഇറാനും മുകളിൽ അമേരിക്ക തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു സംഘമുണ്ട്. അമേരിക്കയുടെ പ്ലാൻ എയിലെ, ട്രംപിന്റെ പ്ലാൻ എയിലെ പ്രധാനികൾ ഹൂതി വിമതരാണ്. ഇസ്രയേലിനെയും അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളുടെയും ചെങ്കടൽ വഴിയുള്ള വ്യാപാരത്തെ തടഞ്ഞ് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചാവേർ ഗ്രൂപ്പ് എന്നതിൽ നിന്നും ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആയുധ ശക്തി എന്ന രൂപത്തിലേക്ക് ഹൂതികൾ കരുത്താർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹുദൈദ തുറമുഖത്തിന്റെ ഗർവിൽ ലോകത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് ഹൂതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, ചെങ്കടൽ അവരുടെ ശക്തി കേന്ദ്രമായി മാറ്റാനുള്ള നീക്കത്തിലേക്ക് ഹൂതികൾ കടക്കുകയാണ്. വലിയ ആയുധശേഷിയും സാമ്പത്തിക ശേഷിയുമാണ് ഹൂതികൾക്കുള്ളത്. ഹമാസിന്റെയും ഹിസ്ബുള്ളകളുടെയും ശക്തിയും ആയുധ കരുത്തും എന്താണെന്നും അത് എത്രത്തോളമാണെന്നും ഇസ്രയേലിനും അമേരിക്കയ്ക്കും കൃത്യമായി അറിയാം. എന്നാൽ ഹൂതികളെ മുഴുവനായും അളന്ന് കുറിച്ച് തിട്ടപ്പെടുത്തിയെടുക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഹൂതികൾ നിസ്സാരക്കാരല്ല എന്നാണ് വാദം. ഹുദൈദ തുറമുഖം വഴി കോടാനുകോടികളുടെ ആയുധ കടത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളകൾക്കും ഹമാസിനും അവരുടെ ആയുധപ്പുര നിറച്ചു കൊടുക്കുന്നത് ഹൂതികളാണ്. അതുകൊണ്ട് ആദ്യത്തെ തല വീഴേണ്ടത് ഹൂതികളുടെയാണ്. ട്രിപ്പിൾ എച്ചിലെ ഏറ്റവും ആദ്യം തുടച്ചു നീക്കേണ്ട ശക്തി ഹൂതികൾ തന്നെയാണെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നു. ഹൂതികളെ തകർക്കാൻ നിരന്തരം യമനിലെ താവളങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ബോംബിംഗ് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഹൂതികളുടെ ആക്രമണ വീര്യത്തെ അങ്ങോട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കയുടെ അത്യാധുനികമായ സൈനികർക്കെതിരെ ഗറില്ല യുദ്ധം നടത്താനുള്ള ഹൂതികളുടെ ശേഷി വലിയ ഭീഷണിയായാണ് അമേരിക്കൻ ഭരണകൂടം വിലയിരുത്തുന്നത്. ഇത് മാത്രമല്ല, ഹൂതികൾക്കെതിരെ ഒരാക്രമണം തുടങ്ങി വെക്കുമ്പോൾ അവരെ മുച്ചൂടും തീർക്കുന്നതായിരിക്കണം ആ ആക്രമണം. അല്ലാതെ ഹിസ്ബുള്ളകൾക്കും ഹമാസിനും നേരെ ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാക്രമണം പോലെ ഹൂതികൾക്ക് നേരെ നടത്താൻ കഴിയില്ല. ഹൂതികളെ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവരെ ഒന്നടങ്കം ഇല്ലാതാക്കുന്നതായിരിക്കണം അത്. കാരണം വലിയ തിരിച്ചടികൾ ഹൂതികൾ നടത്തും എന്നുള്ളതാണ് ഇതിൽ പറയപ്പെടുന്നത്. അതായത് ഹൂതികൾ നേരിട്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ ആക്രമണം നടത്തുമെന്നല്ല, പകരം അറബ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് സൗദിയെ കവചമായി തീർത്തുകൊണ്ട് സൗദിക്ക് നേരെ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ വലിയ വെല്ലുവിളി ഉയർത്തും. അപ്പോൾ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകരുത്. ഹൂതികളെ ഇല്ലാതാക്കാൻ കൃത്യമായ പ്ലാനിങ് തന്നെ വേണം. അതിനായിരിക്കും ട്രംപ് ശ്രമിക്കുന്നതെന്നും അതിനുവേണ്ടിയുള്ള ബ്ലൂ പ്രിന്റ് വരെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് എന്നും ഇനി ട്രംപ് ജൂൺ 20 അധികാര കസേരയിലൊന്ന് കയറിയാൽ മതി എന്നുമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാർ പ്രോജക്റ്റിന്റെ സമീപകാല റിപ്പോർട്ട് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഹൂതി വിരുദ്ധ നടപടിക്കായി പെന്റഗൺ $2.5 ബില്യൺ ചെലവഴിച്ചു എന്നതാണ്. 2023 ഒക്ടോബറിൽ ഗാസയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹൂതികളോട് പോരാടുന്നതിനും യമനിൽ ബോംബ് ആക്രമണം നടത്തുന്നതിനുമാണ് ഇത്രയും ഡോളർ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ചെലവിട്ടിരിക്കുന്നത്. ഗാസയിലെ ആക്രമണത്തെ പിന്തുണച്ചതിനാലും ഇസ്രയേലിനെ സഹായിക്കാനായി യമനെതിരെ ആക്രമണം നടത്തിയതുമൂലവും അമേരിക്ക സാമ്പത്തികവും സൈനികവുമായി വലിയ വില നൽകേണ്ടി വരുന്നുണ്ട് എന്നാണ് ഇത് സംബന്ധമായ ചോദ്യത്തിന് ഹൂതി നേതൃത്വം ന്യൂസ് വീക്കിനോട് പ്രതികരിച്ചത്. ലോകരാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ശ്രദ്ധേയമായ സൈനിക ആയുധ ശേഖരങ്ങൾ ഹൂതികൾക്കുണ്ടെന്നത് അമേരിക്കൻ സൈനിക നേതൃത്വം വരെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹൂതികളുടെ ആയുധശേഷി എങ്ങനെ വിലയിരുത്തണമെന്നതിനെ സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഇതുവരെയും കൃത്യമായ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരങ്ങൾ. അക്വിസിഷൻ ആൻഡ് സസ്റ്റൈൻമെന്റ് ഡിഫൻസ് അണ്ടർ സെക്രട്ടറി വില്യം ലാപ്ലാന്റെ പറയുന്നത് ഹൂതികളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ കാര്യത്തിൽ അമേരിക്കൻ സൈന്യം വല്ലാതെ ഭയപ്പെടുകയാണ് എന്നാണ്.
വാഷിംഗ്ടണിൽ നടന്ന ഒരു പ്രതിരോധ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഗാസ യുദ്ധം ഒരു പ്രാദേശിക സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് വളർന്നതിന് ശേഷം കഴിഞ്ഞ വർഷം ചെങ്കടലിൽ വിന്യസിച്ച അമേരിക്കൻ നാവികസേനയ്ക്ക് ഹൂതികളുടെ ആയുധങ്ങളുടെ കരുത്ത് നേരിട്ട് കാണാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഹൂതികളുടെ മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ 200 മീറ്ററിനുള്ളിൽ വരുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് വില്യം ലാപ്ലാന്റയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ USS ഡ്വൈറ്റ് ഡി ഐസൻഹോവർ സൂപ്പർ കാരിയറിനെ ലക്ഷ്യമാക്കി ഹൂതി മിസൈൽ പതിച്ചത് യുദ്ധക്കപ്പലിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണെന്നാണ് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയിലെ വിശകലന വിദഗ്ധർ പറയുന്നത്. വെസ്റ്റ് പോയിന്റിന്റെ ഒക്ടോബർ ലക്കത്തിലെ വെസ്റ്റ് പോയിന്റ് ടെററിസം സെന്റർ എന്ന ജേണലിലെ ഒരു ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യം. ഹൂതികളുടെ ഭീഷണി ഒഴിവാക്കാൻ ജർമ്മനി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ വഴിമാറ്റി വിട്ടതും അമേരിക്കൻ ചേരിക്ക് നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് വ്യാപകമായ ആക്രമണം ഹൂതികൾ നടത്തുന്നത്. ഹൂതികളുടെ ആക്രമണം സ്ഥിരീകരിച്ച പെന്റഗൺ വക്താവ് കപ്പലുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആക്രമണം ലക്ഷ്യം കണ്ടതായാണ് ഹൂതികൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടായത് അമേരിക്കൻ തലയെടുപ്പ് എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ ഹൂതികൾ ആക്രമിച്ചു എന്നതാണ്. ഇതിന് നേരെ ഇവർ മിസൈലുകൾ തൊടുത്തുവിട്ടു. അത് വലിയൊരു തിരിച്ചടിയായിരുന്നു അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ കരുത്തൻ എബ്രഹാം പടക്കപ്പലിന്റെ അടുത്ത് ഹൂതികളുടെ മിസൈൽ എത്തിയെന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് വലുതാണ്. അപ്പോഴാണ് ഇതിനു നേരെ ആക്രമണം നടന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നിരവധി യുദ്ധക്കപ്പലുകളുടെയും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും സംരക്ഷണത്തിൽ മുന്നോട്ടു പോകുന്ന USS എബ്രഹാം ലിങ്കന്റെ പരിസരത്ത് പോയിട്ട് മൈലുകൾക്കപ്പുറം ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം, ആണവ മിസൈൽ ഉൾപ്പെടെ വഹിക്കാവുന്ന പോർ വിമാനങ്ങളും വഹിച്ചു പോകുന്ന ഈ വിമാനവാഹിനി കപ്പൽ അമേരിക്കയെ സംബന്ധിച്ച് അഭിമാനവും എതിരാളികളെ സംബന്ധിച്ച് പേടി സ്വപ്നവുമാണ്. ഈ പേടിയാണിപ്പോൾ ഹൂതികൾ പഴങ്കഥയാക്കിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ ചർച്ചകൾ വരുന്നത്. USS ലാബൂൺ ഡിസ്ട്രോയർ ക്യാപ്റ്റനായ എറിക് ബ്ലോംബെർഗ് മുൻപ് അസോസിയേറ്റ് പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഹൂതി മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് എത്ര മാരകമാണെന്നും യുദ്ധക്കപ്പലുകൾ എത്രത്തോളം ഭീഷണിയിലാണ് തുടരുന്നതെന്നും ആളുകൾ ഇപ്പോഴും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകൾക്ക് അതിശക്തമായ പ്രതിരോധവും നൂതന സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നിട്ടും ഹൂതികളുടെ ആക്രമണം നടക്കുന്നത് ആധുനിക യുദ്ധ പരിസ്ഥിതികളിൽ അത്തരം കപ്പലുകളുടെ ദുർബലതയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും ഇപ്പോൾ തുടക്കമിട്ടിട്ടുണ്ട്. ഏത് പ്രതിരോധ കോട്ടകളെയും തകർക്കാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ ഹൂതികൾ ആർജിച്ചതിനെ ഞെട്ടലോടെയും ആശങ്കയോടെയുമാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രയേലിലെ ടെല്ലവീവിലേക്ക് ഒരു വിമാന മാതൃകയിലുള്ള ഡ്രോൺ പറത്തിയ ഹൂതികൾ അമേരിക്കൻ എംബസി ലക്ഷ്യമിട്ടപ്പോൾ 100 മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടമാണ് തകർന്ന് തരിപ്പണമായത്. ഹമാസിന്റെ മാത്രമല്ല, ഹൂതികളുടെയും വളർന്നു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യം ഇസ്രയേലും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ നിരവധി ദീർഘദൂര മിസൈലുകളും ഹൂതികൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പലതും ഇസ്രയേലിന്റെ കരുത്തുറ്റ അയൺ ഡോമിനെ മറികടന്നാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചത്. ഹൂതികളുടെ ഈ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തിന് ഇറാനെയാണ് ഇസ്രയേലും അമേരിക്കയും കാരണക്കാരായി കാണുന്നത്. 1990-ന് ശേഷം ഇറാനിൽ അവശേഷിച്ച സോവിയറ്റ് കാലഘട്ടത്തിലെ വിവിധ പ്രതിരോധ ഉപകരണങ്ങൾ വിജയകരമായി നവീകരിക്കുകയും പ്രാദേശിക ഉപയോഗത്തിന് അനുയോജ്യമാക്കുകയും ചെയ്താണ് ഹൂതികൾക്ക് കൈമാറിയിരുന്നത്. ഇതാണിപ്പോൾ അവർ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നും ലഭിച്ച പുതിയ ആയുധങ്ങളും ഹൂതികളുടെ കൈവശം എത്തിച്ചേർന്നതായാണ് അമേരിക്ക കരുതുന്നത്. മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമൊപ്പം തന്നെ ഹൂതികൾ വ്യോമ പ്രതിരോധ ഉപകരണങ്ങളുടെ ഒരു വലിയ നിര തന്നെ വിന്യസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അമേരിക്കൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 1 ഡസനിലധികം അമേരിക്കയുടെ ഡ്രോണുകളെയാണ് ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പടക്കോപ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആയുധ കലവറ നിറച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹൂതികൾ. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയും ഹമാസുമല്ല, അമേരിക്കയുടെ പ്ലാൻ എ ഹൂതി വിമതർ തന്നെയാണ്. യമനിൽ കയറി അടിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.